ഹായ്. അപ്പോൾ രാവിലെ തന്നെ ചന്തയിൽ പോയിട്ട് ചീനിയും മീനും ചിക്കനും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ലോങ് വീഡിയോ ഇടാനായിട്ട് പറ്റുന്നില്ല കേട്ടോ എനിക്ക്. കാരണം നമ്മൾ ട്രൈപോഡ് ചീത്തയായിട്ടിരിക്കുകയാണ്, ഒടിഞ്ഞു പോയി. അപ്പോൾ വേറെ വാങ്ങിയിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അപ്പോൾ അതാ ഞാൻ രാവിലെ തന്നെ ചീനി നേരെ ആക്കുകയാണ് കേട്ടോ. നമ്മൾ കൊല്ലംകാർ ചീനി എന്നാണ് പറയുന്നത്, ചിലർ കപ്പ എന്ന് പറയും, മരിച്ചീനി എന്ന് പറയും. പാലക്കാടൊക്കെ ആണെങ്കിൽ പൂളക്കിഴങ്ങ് എന്നാണ് കേട്ടോ പറയുന്നത്, പൂളക്കിഴങ്ങ്. അപ്പോൾ അതാ ഓരോ നാട്ടിലും ഓരോരോ ഭാഷയാണല്ലേ. അപ്പോൾ ഞാൻ എന്താ ചീനിയൊക്കെ അരിഞ്ഞ് കഴുകി അടുപ്പിൽ വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. അതിന് മുന്നേ ഞാൻ ചിക്കനെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിൽ. റെസിപ്പിയൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ കാണിക്കാത്തത്. അപ്പോൾ ഞാൻ എന്താ ചീനി കഴുകി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്, ചിക്കൻ എന്താ ഇട്ട് കൊടുത്തിട്ടുണ്ട്, മസാല നേരത്തെ ആക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. വലുതായിട്ട് ഉള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. അഥവാ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ഇടുമ്പോഴത്തേക്ക് ഇടാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഉത്സവത്തിന് പോയപ്പോൾ പൊരി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് ഞങ്ങൾ ഇച്ചിരി സവാളയും ഒരു തക്കാളിയും പിന്നെ ഇച്ചിരി കറി മസാലപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എണ്ണയും കൂടെ ഒഴിച്ചത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ പൊരി അല്ല തിന്നുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ തിന്നുന്നതിന്. അപ്പോൾ ഞാൻ എന്താ അതൊക്കെ കഴിച്ചതിന് ശേഷം അൻവിക്ക് നമ്മുടെ ഏത്തപ്പഴവും പാലും പിന്നെ ഹോർലിക്സും കൂടി ഇട്ടിട്ട് ഒരു മിക്സ് കൊടുക്കാറുണ്ട് കേട്ടോ. അത് ഞാൻ മുന്നത്തെ നമ്മുടെ ഷോർട്സിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കി കൊടുക്കുകയാണ് അവന്. അതും ഉണ്ടാക്കി ഞാൻ അവന് കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവിടെ എല്ലാം ക്ലീനാക്കി ഇടുകയാണ്. അപ്പം നമ്മുടേതാ ചീനിയും ചിക്കനും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട മറക്കാതെ ലൈക്ക് ചെയ്തേക്കണം. ചാനൽ ആദ്യമായിട്ട് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അടുത്ത വീഡിയോ കാണാം. ബൈ.